അസ്സലാമു ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഷമീസ് കർവൾട്ട്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് തികച്ചും വ്യത്യസ്തമായിട്ടുള്ള ഒരു വെറൈറ്റി പലഹാരത്തിന്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയാലോ. ഒരു സെക്കൻഡ്, നമ്മുടെ ഈ ചാനൽ പുതിയതായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ഇതിന് വേണ്ടിയിട്ട് ഒരു ബൗളില് 1 കപ്പ് ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനൊരു 1/4 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി മാവ് ഉപ്പും എല്ലാ ഭാഗത്തും എത്തുന്നതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി കൈവച്ച് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പൊ മാവും എണ്ണയും ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഈ മാവൊന്ന് കുഴച്ചെടുക്കണം. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ച് വെള്ളം ഒഴിച്ച് ഇതൊന്ന് കുഴച്ചെടുക്കാം. അപ്പൊ ഞാൻ എടുത്തിട്ടുള്ള സാധാരണ നോർമൽ വാട്ടർ ആണ്, ചൂടുവെള്ളമൊന്നും അല്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചൂടുവെള്ളം വേണമെന്നുണ്ടെങ്കിൽ മാവ് കുഴയ്ക്കാൻ വേണ്ടി എടുക്കാം. ഞാൻ സാധാരണ പച്ചവെള്ളത്തിലാണ് ഇതാ കുഴച്ചെടുക്കുന്നത്. മാവ് ഒരുപാട് അങ്ങ് ലൂസ് ആവാൻ പാടില്ല. മാവ് കട്ടിയായിരിക്കണം, പക്ഷെ നല്ല സോഫ്റ്റും ആയിരിക്കണം. ആ ഒരു പരുവത്തിന് വേണം ഇതൊന്ന് കുഴച്ചെടുക്കാൻ. ഇപ്പൊ എനിക്ക് മാവ് കുഴയ്ക്കാൻ 1/4 കപ്പ് വെള്ളത്തിന്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. ഇതാ കണ്ടല്ലോ. പിന്നെ ഇത് മാവൊന്ന് സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാം. 1 മിനിറ്റെങ്കിലും നല്ലോണം ഇതൊന്ന് കുഴച്ചെടുക്കണം. ഇപ്പൊ മാവ് 1 മിനിറ്റ് ഒന്ന് സോഫ്റ്റ് ആയിട്ട് ഇതാ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉരുളകളാക്കി എടുക്കാം. കുറച്ച് മാവ് എടുക്കാം, ഇതുപോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം. ബാക്കിയെല്ലാ മാവും ഇതുപോലെ ഉരുളകളാക്കി എടുക്കാം. ഇപ്പൊ മാവെല്ലാം ഇതുപോലെ ഒന്ന് ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ഇടിയപ്പൊക്കെ പിഴിയുന്ന ഒരു സേവനാഴിയാണ്. ഇനി സേവനാഴിക്കകത്ത് കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ചില്ലാണ്. ഈ ചില്ലല്ല വേണ്ടത്, ഇതുപോലത്തെ ചെറിയ ഹോളുള്ള ചില്ലല്ല വേണ്ടത്, നമുക്ക് കുറച്ച് വലിപ്പമുള്ള ചില്ലാണ് വേണ്ടത്. ഈ ചില്ലാണ് നമുക്ക് വേണ്ടത്. ഇതും കുറച്ച് ഓയിൽ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഈ ഉരുട്ടിയെടുത്ത മാവ് ഈ സേവനാഴിക്കകത്ത് ഇട്ട് കൊടുക്കാം. ഇപ്പൊ മുഴുവൻ മാവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഈസി ആയിട്ട് നമുക്ക് പിഴിഞ്ഞെടുക്കാൻ പറ്റും. ഇപ്പൊ ഞാനൊരു കടായി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ലിറ്റർ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. ഇപ്പൊ വെള്ളം തിളച്ചിട്ടുണ്ട്. ഈ തിളച്ച വെള്ളത്തിൽ വേണം ഈ മാവ് പിഴിഞ്ഞൊഴിക്കാൻ വേണ്ടിയിട്ട്. ഇതുപോലെ ചുറ്റിച്ച് വേണം ഇതൊന്ന് പിഴിഞ്ഞൊഴിക്കാൻ. അപ്പൊ കുറച്ച് പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം കൈവച്ച് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. വീണ്ടും പിഴിഞ്ഞൊഴിച്ചു കൊടുക്കാം. അപ്പൊ മുഴുവനും പിഴിഞ്ഞൊഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി കൈവച്ച് ഒന്ന് മുറിച്ചിട്ട് കൊടുക്കാം. ഈ സമയത്ത് ഇളക്കി കൊടുക്കരുത്, എന്നാൽ പിന്നെ ഇതെല്ലാം പൊടിഞ്ഞു പോവും. ഒരു 20 സെക്കൻഡ് കഴിഞ്ഞതിന് ശേഷം നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പൊ ഒരു 20 സെക്കൻഡ് ആയിട്ടുണ്ട്. ഒരുപാടിട്ട് ഇളക്കേണ്ട ആവശ്യമില്ല, ഇങ്ങനെ തന്നെ കിടക്കട്ടെ. ഇനി ഇതിലേക്ക് ഒട്ടിപ്പിടിക്കാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇതിൽ ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ മാവിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അപ്പൊ വെള്ളത്തിന് ഉപ്പൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. 1 ടീസ്പൂൺ ഓയിൽ മാത്രം ചേർത്താൽ മതി. ഇളക്കി കൊടുക്കരുത്. ഇളക്കി കൊടുക്കാതെ തന്നെ ഒരു 5 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഫ്ലെയിം ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം. ഇപ്പൊ ഒരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. ഇത്രയും മതി. ഇപ്പൊ മാവൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വെള്ളത്തിൽ നിന്ന് ഇത് കോരി മാറ്റാം. തിളച്ച വെള്ളത്തിൽ നിന്ന് കോരിയെടുത്ത മാവ് പച്ച വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം. 1 മിനിറ്റ് ഇങ്ങനെ കിടക്കട്ടെ. 1 മിനിറ്റ് ആണ് പച്ച വെള്ളത്തിൽ ഇട്ട് കൊടുത്തിട്ടുള്ളത്. നല്ല സൂപ്പർ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഒട്ടും പൊട്ടിപ്പോയിട്ടൊന്നുമില്ല. കണ്ടോ? ഇതൊന്ന് അരിച്ചൊഴിക്കാം. ഇപ്പൊ അരിച്ചൊഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മാറ്റി വെക്കാം. ഇപ്പൊ ഞാനൊരു പാൻ ഒന്ന് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടാവട്ടെ. ഇപ്പൊ ഓയിൽ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 8 വെളുത്തുള്ളി അല്ലി ചെറുതായിട്ട് നീളത്തിൽ അരിഞ്ഞതാണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം കൂട്ടി വെച്ച് കൊടുക്കാം. എല്ലാം പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കണം. ആ വെളുത്തുള്ളിയുടെ ഒരു പച്ച ടേസ്റ്റ് ഒക്കെ പോയി കിട്ടണം. എന്ന് വരേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി
ഇതിലേക്ക് ഒരു ചെറിയ സവാള നീളത്തിൽ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. സവാളയിൽ നിന്ന് വയന്ന് ബ്രൗൺ കളർ ആവേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 പച്ചമുളക് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അധികം എരിവില്ലാത്ത മുളകാണ്. എരിവുള്ളതാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം എടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 ബീൻസ് നീളത്തിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു ചെറിയ ക്യാരറ്റ് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സവാളയും അതുപോലെ തന്നെ ബീൻസും ക്യാരറ്റും ഒന്നും വാടി വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് നമുക്കൊന്ന് കടിക്കാൻ കിട്ടണം. ആ പരുവത്തിൽ വേണം ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. 1 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഫ്ലെയിം കൂട്ടിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഒരു ക്യാപ്സിക്കത്തിന്റെ പകുതിയാണ് നീളത്തിൽ കട്ട് ചെയ്തെടുത്തതും കൂടി ഇട്ട് കൊടുക്കാം. 1 മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഫ്ലെയിം മീഡിയം ടു ഹൈയിലോ അല്ലെങ്കിൽ ഹൈ ഫ്ലെയിമിലോ ഇട്ട് കൊടുക്കാം. നിങ്ങൾക്ക് അടിയിലൊക്കെ പിടിക്കാൻ സാധ്യത ഉണ്ടെന്നുണ്ടെങ്കിൽ മീഡിയം ടു ഹൈയിൽ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പൊ 1 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ചില്ലി സോസ് ഉണ്ടെന്നുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചില്ലി സോസ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ 2 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പൊ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കാം. വേണം നിർബന്ധമില്ല. ഇനി ഒന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ ഇതെല്ലാം ചെയ്തെടുക്കാം. ഇപ്പൊ എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഉപ്പൊന്നും ചേർത്തിട്ടില്ല. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ ഒഴിച്ച സോയാ സോസിലൊക്കെ ഉപ്പിന്റെ അംശമുണ്ട്. നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഉപ്പിട്ട് കൊടുക്കാവൂ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ വിനാഗിരി ഒഴിച്ചു കൊടുക്കാം. വിനാഗിരി ഇല്ലാന്നുണ്ടെങ്കിൽ നാരങ്ങ നീര് 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുത്താൽ മതി. ഒന്ന് ഇളക്കി കൊടുക്കാം. ഇത്രയേ ഉള്ളൂ സംഭവം. എല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ചു കൊടുക്കാം. ഇനി നമ്മൾ വെള്ളത്തിലിട്ട് മാറ്റി വെച്ചിരിക്കുന്ന ഗോതമ്പിന്റെ നൂഡിൽസ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. കാണാൻ തന്നെ നല്ല രസമാണ്. കണ്ടല്ലോ, ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. ഒരു സാവധാനം ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ സമയത്ത് ഉപ്പൊക്കെ ഉണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പൊ ഇതെല്ലാം ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ടുണ്ട്. കണ്ടല്ലോ, ഒന്നും പൊടിഞ്ഞൊന്നും പോയിട്ടില്ല. നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട്. ലാസ്റ്റില് കുറച്ച് മല്ലിയിലയും കൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇനി ഒരു പാത്രത്തിലേക്ക് മാറ്റാം. ആ ചൂടോടുകൂടി തന്നെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം. അപ്പൊ നമ്മുടെ വളരെ ടേസ്റ്റിയും പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഗോതമ്പ് വെച്ചുള്ള നൂഡിൽസ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കാം. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പൊ നമുക്ക് മറ്റൊരു വെറൈറ്റി ഡിഷുമായിട്ട് വീണ്ടും കാണാം. താങ്ക്